ക്ലാസ് 2 ഇന്റഗ്രേഷൻ ഡേ 2-ന് ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ പ്രവർത്തനം 6, വാഹനങ്ങൾ പലതരം. പിറന്നാളിന് കുഞ്ഞനാനയ്ക്ക് കുട്ടനുറുമ്പ് ഒരു പുസ്തകം സമ്മാനമായി നൽകി. കിട്ടിയ പുസ്തകത്തിലെ ഒരു പേജ് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് അല്ലെ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ധനം വേണ്ടാത്ത വാഹനങ്ങൾക്ക് വട്ടം വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയിട്ട് വട്ടം വരയ്ക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാ? തോണിക്ക് ഇന്ധനം വേണോ? വേണ്ട, വട്ടം വരയ്ക്കാം. കാളവണ്ടിക്ക് ഇന്ധനം വേണോ? വേണ്ട, വട്ടം വരയ്ക്കാം. പിന്നെ ഉന്തുവണ്ടി ഉണ്ട്, സൈക്കിൾ ഉണ്ട്. ഇതിനൊന്നും എന്ത് വേണ്ട? ഇന്ധനം വേണ്ട അല്ലെ, വട്ടം വരയ്ക്കുക കേട്ടോ. ഫയർ എഞ്ചിന്റെ നിറം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫയർ എഞ്ചിന്റെ നിറം എന്താ? ചുവപ്പാണ് അല്ലെ. അപ്പൊ ചുവപ്പ് എന്ന് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം, രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോട് കൂടിയ വാഹനം ഏതാണ് എന്നാണ് കേട്ടോ. അപ്പൊ രോഗികളെയും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരെയും ഒക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള വാഹനം ഏതാ? ആംബുലൻസ് ആണ് അല്ലെ. അപ്പൊ ആംബുലൻസ് എന്ന് എഴുതുക കേട്ടോ. പ്രവർത്തനം 7, രുചിമേളം. കുഞ്ഞനാനയുടെ പിറന്നാളിന് അമ്മ താഴെ തന്നിരിക്കുന്ന ചേരുവകൾ ഉപയോഗിച്ച് ഒരു വിഭവം ഉണ്ടാക്കി. ഏതാണ് ആ വിഭവം? പാചകക്കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ തന്നിരിക്കുന്ന ചേരുവകൾ ഏതൊക്കെയാ നോക്കാം. അരി, തേങ്ങാപ്പീര, ശർക്കരപ്പാവ്, ഏലക്കാപ്പൊടി. അപ്പൊ അരിയും തേങ്ങാപ്പീരയും ശർക്കരപ്പാവും ഏലക്കാപ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവം ഏതാണ്? അരിയുണ്ടയാണ് അല്ലെ. അപ്പൊ അതല്ലേ പേര്, അരിയുണ്ട എന്ന് എഴുതാം. ഇനി നമുക്ക് പാചകക്കുറിപ്പ് തയ്യാറാക്കാം കേട്ടോ. അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? അരി നന്നായിട്ട് വറുക്കണം അല്ലെ. വറുത്തതിന് ശേഷം പൊടിക്കണല്ലോ. അപ്പൊ ആദ്യം അത് എഴുതാം കേട്ടോ. വറുത്തെടുത്ത അരി ചൂടാറിയതിനു ശേഷം പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ശർക്കരപ്പാവും ഏലക്കാപ്പൊടിയും ചേർക്കൂ അല്ലെ. അതിലേക്ക് ശർക്കരപ്പാവും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. തേങ്ങാപ്പീര ചേർത്ത് ഓരോ ഉരുളകളാക്കി എടുക്കുക. പ്രവർത്തനം 8, കടങ്കഥ. പിറന്നാൾ സദ്യയ്ക്ക് ശേഷം കുഞ്ഞനാനയും കുട്ടനുറുമ്പും കടങ്കഥ ചൊല്ലിക്കളിച്ചു. കുഞ്ഞനാന പറഞ്ഞ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താമോ എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇടവഴിയോടും വണ്ടി, ആരോഗ്യമേകും വണ്ടി, കുട്ടികൾ നമ്മൾക്കേറെ പ്രിയമേറുന്നൊരു വണ്ടി. ഏതാണ് ആ വണ്ടി? ഇടവഴിയിലൂടെ ഓടുന്നതും അതുപോലെ തന്നെ ആരോഗ്യം നൽകുന്നതും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? സൈക്കിളാണ് അല്ലെ. അപ്പൊ സൈക്കിൾ എന്ന് എഴുതാട്ടോ. കാട്ടിൽ ഒരു മുത്തശ്ശി മുറം വീശി വീശി. മനസ്സിലായില്ലേ? ആനയല്ലേ. അപ്പൊ ആന എന്ന് എഴുതാം. ഇത്തിരി കുഞ്ഞൻ കുഞ്ഞിനെ കരയിപ്പിച്ചു എന്നാണ്. എന്താണത്? ചീനിമുളകാണ് അല്ലെ. അപ്പൊ ചീനിമുളക് എന്ന് എഴുതാട്ടോ. പ്രവർത്തനം 9, ഡയറി ആണ്. കുഞ്ഞനാനയുടെ പിറന്നാൾ ദിവസം കുട്ടനുറുമ്പ് എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ എന്നാണ് കേട്ടോ. അപ്പൊ എന്താ എഴുതേണ്ടത്? ഇന്ന് എൻ്റെ കൂട്ടുകാരനായ കുഞ്ഞനാനയുടെ പിറന്നാളായിരുന്നു. ഞാൻ കുടുംബത്തോടൊപ്പം പിറന്നാളിന് പോയി. അവന് ചിത്രപുസ്തകം സമ്മാനമായി നൽകി. കേക്ക് മുറിച്ചതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് സദ്യ കഴിച്ചു. അതിനുശേഷം ഒരുപാട് കളിച്ചു. വൈകിട്ട് അവന്റെ അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരിയുണ്ട ഉണ്ടാക്കി തന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് എഴുതാട്ടോ.